My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്നഡി രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പരമ്പരയിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ പരമ്പരയുടെ 135-ാമത്തെ എപ്പിസോഡിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. കാമോമില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈനംദിന പ്രാക്ടീസിൽ വളരെയധികം ഉപകാരപ്പെടുന്നൊരു ഔഷധമാണത്. വിശേഷിച്ചും കുട്ടികളുടെയും മറ്റുമൊക്കെ വേദനകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, ഇതിനെയൊക്കെ ചികിത്സിക്കാൻ വളരെയധികം ഉപകരിക്കുന്നൊരു ഔഷധമാണിത്. ഇതിനെക്കുറിച്ച് പൊതുവെ കേട്ടറിഞ്ഞിരുന്നും അധികമായുള്ള വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും കെന്നഡി ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് അവയെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. കാമോമിലയുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കെന്നഡി ഈ ലെക്ചർ ആരംഭിക്കുന്നത്. ദ ജനറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് ഓഫ് കാമോമില്ല ഈസ് ഗ്രേറ്റ് സെൻസിറ്റീവ്നെസ്, സെൻസിറ്റീവ് ടു എവറി ഇംപ്രഷൻ, സെൻസിറ്റീവ് ടു സറൗണ്ടിങ്സ്, സെൻസിറ്റീവ് ടു പേഴ്സൺസ് ആൻഡ് എബോവ് ഓൾ സെൻസിറ്റീവ് ടു പെയിൻ. സെൻസിറ്റീവ്നെസ്, സാധാരണ സെൻസിറ്റീവ് വളരെയധികം സെൻസിറ്റീവ്നെസ്. ഏതിനോടൊക്കെ ആണ് സെൻസിറ്റീവ്നെസ് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓരോ ഇംപ്രഷനോടും, സാഹചര്യങ്ങളും വ്യക്തികളും ആ രോഗിയിലുണ്ടാക്കുന്ന ഓരോ ഇംപ്രഷനോടും വളരെയധികം സെൻസിറ്റീവാണ്. പിന്നെ എന്താണ്, സറൗണ്ടിങ്സിനോട്, ചുറ്റുപാടുകളോട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളോട്, ജോലി ചെയ്യുന്ന ചുറ്റുപാടുകളോട്, യാത്ര ചെയ്യുന്ന ചുറ്റുപാടുകളോട് ഒക്കെ വളരെയധികം സെൻസിറ്റീവാണ്. പിന്നെന്താ, വ്യക്തികളോട്, ചില വ്യക്തികളോട് തീരെ ഇഷ്ടമില്ല, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളോടുള്ള സെൻസിറ്റീവ്നെസ്. ഇനി സർവോപരി എന്താണ്, സെൻസിറ്റീവ്നെസ് പെയിൻ, വേദനയോട്. ചെറിയ സാധാരണഗതിയിൽ അവഗണിക്കാവുന്ന വേദനകൾ പോലും കാമോമില പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം വലിയ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ സെൻസിറ്റീവ്നെസ്സിൻ്റെ വിവിധ മേഖലകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരുന്നു കഴിഞ്ഞാൽ കാമോമിലയുടെ പരമ്പരാഗത ഉപയോഗത്തിനപ്പുറം അതിനുള്ള വളരെ പ്രധാനപ്പെട്ട പല പ്രയോഗങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. രണ്ടാമത്തെ ഘടകം പറയുകയാണ്, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇറിറ്റബിലിറ്റി ഈസ് സോ ഗ്രേറ്റ് ദാറ്റ് എ ലിറ്റിൽ പെയിൻ ബ്രിങ്സ് ഫോർ മാനിഫെസ്റ്റേഷൻസ് ആസ് ഇഫ് ദ പേഷ്യൻ്റ് വേർ ഇൻ വെരി ഗ്രേറ്റ് സഫറിങ്. അപ്പോൾ രണ്ടാമത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇറിറ്റബിലിറ്റി, സെൻസിറ്റീവ്നെസ്സിൻ്റെ തന്നെ വേറൊരു എക്സ്പ്രഷനാണ് ഇറിറ്റബിലിറ്റി. ഇറിറ്റബിലിറ്റിയും വളരെയധികം കൂടുതലാണ്. ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണത്. ഇറ്റ് ഈസ് സോ ഗ്രേറ്റ് ദാറ്റ് ചെറിയൊരു വേദന പോലും, ലിറ്റിൽ പെയിൻ, ചെറിയൊരു വേദന പോലും ആ രോഗി വലിയൊരു സഹനത്തിലാണെന്ന തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും. ആസ് ഇഫ് ചെറിയൊരു വേദനയായിരിക്കാം, പക്ഷെ വലിയൊരു വേദനയാണെന്നുള്ള തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ. ആ രോഗിയുടെ കരച്ചിലും ബഹളവും ഒക്കെ നോക്കുമ്പോൾ വലിയൊരു പ്രശ്നം, വലിയൊരു ഡിസ്ട്രസ്സിലാണ് ആ രോഗി നമുക്ക് തോന്നും. പക്ഷെ സാധാരണഗതിയിൽ നോക്കുമ്പോൾ ചെറിയൊരു വേദനയായിരിക്കും. അപ്പം അതുപോലെ എല്ലാ വേദന മാത്രമല്ല, ഈ സെൻസിറ്റീവ്നെസ്സിൻ്റെ പല മണ്ഡലങ്ങൾ പറയുന്നുണ്ട്. വ്യക്തികളോടുള്ളത്, പരിസരങ്ങളോട്, ഇതിനോടൊക്കെ വല്ലാതെ ഓവർ റിയാക്ട് ചെയ്യുന്നു, വല്ലാതെ ഇറിറ്റബിലിറ്റി കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു സെൻസിറ്റീവ്നെസ്സും ഇറിറ്റബിലിറ്റിയും ചേർന്നാണ് വരുന്നത്. രണ്ടിനെയും ചേർത്ത് വായിക്കുമ്പോൾ ആ ഒരു കാമോമില പേഷ്യൻറ്റിൻ്റെ ഒരു ഏകദേശ ചിത്രം കിട്ടും. ഇറ്റ് നാച്ചുറലി ബിലോങ്സ് ടു ദ വുമൺസ് നെർവസ് സിസ്റ്റം വെൻ ഷീ ഈസ് റോട്ട് അപ്പ് ആൻഡ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ആൻഡ് ഇൻ പെയിൻ. ഇത് കൂടുതൽ സ്വാഭാവികമായിട്ട് ചേർന്ന് വരുന്നത് സ്ത്രീകളുടെ നാഡീ സംബന്ധമായ പ്രശ്നങ്ങളുമായിട്ട് ചേർത്തുകൊണ്ടാണ്. പൊതുവെ സെൻസിറ്റീവ് ആയിരിക്കും, ഓവർ റിയാക്റ്റീവ് ആയിരിക്കും. ആ ഒരു തരത്തിലുള്ള അവസ്ഥകളോട് ഷീസ് റോട്ടപ്പ്, വല്ലാതെ അവശതയിലും പ്രയാസത്തിലും ആയ ഒരു സ്ത്രീ, വേദനകളോട് അങ്ങേയറ്റം സെൻസിറ്റീവ്, ഈ ഒരു അവസ്ഥ. ദ മെൻ്റൽ സ്റ്റേറ്റ്സ് ഗോസ് അലോങ് വിത്ത് ദിസ്, മാനസികാവസ്ഥയും ഇതിനോട് ചേർന്ന് തന്നെ പോകുന്നതാണ്. സെൻസിറ്റീവ്നെസ് ഓഫ് ദ മൈൻഡ്, മനസ്സിൻ്റെ ഈ ഒരു വല്ലാത്ത സംവേദനക്ഷമത. ഗ്രേറ്റ് ഇറിറ്റബിലിറ്റി,
വല്ലാത്ത ഇറിറ്റബിളാകുന്ന, വല്ലാതെ അസ്വസ്ഥമാകുന്നൊരവസ്ഥ. These two run through chamomilla so closely that they are inseparable. കമോമിലയിൽ ഈ സെൻസിറ്റീവ്നെസ്സും ഇറിറ്റബിലിറ്റിയും പരസ്പരം വേർതിരിക്കാനാവാത്ത തരം ചേർന്ന് പോവുകയാണ്. സെൻസിറ്റീവ് ആകുമ്പോഴേക്കും ഇറിറ്റബിലിറ്റി കാണിക്കുന്നു. ആ സെൻസിറ്റീവ്നെസ്സിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഇറിറ്റബിലിറ്റിയിലാണ്. അതുകൊണ്ടാണ് അത് പരസ്പരം വേർതിരിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത്. സെൻസിറ്റീവ്നെസ് ടു പെയിൻ, ഇതിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് വേദനയോടുള്ള ആ ഒരു സംവേദനക്ഷമതയാണ്. ഈസിലി അഫക്റ്റഡ് ബൈ മോർട്ടിഫിക്കേഷൻ, അതായത് ചെറിയൊരു നമുക്ക് ചമ്മലെന്നൊക്കെ പറയില്ലേ, ചമ്മലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ കമോമില പേഷ്യൻ്റെ വല്ലാതെ ബാധിക്കും. സാധാരണഗതിയിൽ അവഗണിക്കാവുന്ന, നമ്മൾ പെട്ടെന്ന് തന്നെ മറന്നു കളയാവുന്ന ഒരു സംഭവം കമോമില പേഷ്യൻറ്റിനെ വല്ലാതെ ബാധിച്ച് അതിങ്ങനെ മനസ്സിൽ പേറി കൊണ്ടു നടക്കും. ബൈ ഷാഗ്രിൻ എന്ന് പറയുന്നത് ഈ മോർട്ടിഫിക്കേഷൻ്റെ തന്നെ മറ്റൊരു ഭാവമാണ്. പരാജയ, പിന്നെ അപമാനിതമാകും എന്നുള്ള ചിന്ത, പരാജയപ്പെടുന്നുള്ള ചിന്ത, പരാജയവും അപമാനവും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കാം, സാധാരണ ആരോഗ്യവാന്മാർ അവഗണിക്കാവുന്ന പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ കമോമില പേഷ്യൻ്റ് ഇതൊക്കെ വലുതാക്കിയെടുക്കും. സോ ദ നെർവസ് ബിക്കം എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ദീസ് കോസസ് ആൻഡ് പെയിൻസ്, കൺവൾഷൻസ്, കോളിക്, ഹെഡേക്സ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് നെർവസ് സിംറ്റംസ് സെറ്റ് ഇൻ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളോട് അങ്ങേയറ്റം സെൻസിറ്റീവ് ആകുന്നുണ്ട്. അതായത് ചമ്മൽ, പരാജയം, അപമാനം, ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ കൂട്ടുകെട്ടിലും സ്ഥാപനത്തിലൊക്കെ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വലുതാക്കിയെടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ്? വേദന, വലിച്ചു കോച്ചൽ, വല്ലാതെയുള്ള നൊമ്പരങ്ങൾ, തലവേദനകൾ, മറ്റു തരത്തിലുള്ള നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം പുറത്തേക്ക് വരും. ഈ രണ്ട് കാരണങ്ങളുണ്ട്. ദ നെർവസ് ചൈൽഡ് വെൻ പണിഷ്ഡ് വിൽ ഗോ ഇൻ ടു കൺവൾഷൻസ്. ഇങ്ങനെ നെർവസ് ആയിട്ടുള്ള കുട്ടികളെ ഒരു കാര്യത്തിന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ, ഒന്ന് തല്ലുകയോ ശാസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കോച്ചി വലിക്കലും അപസ്മാരം പോലുള്ള അവസ്ഥകളുണ്ടാകും. ദ ഓവർ സെൻസിറ്റീവ് നെർവസ് വുമൺ വിൽ സഫർ ഫ്രം ഷാങ്ക്രിൻ. അപ്പോൾ സ്ത്രീകൾ, വല്ലാതെ സംവേദനക്ഷമമുള്ള സ്ത്രീകൾ ഈ ഷാങ്ക്രിൻ, ഈ പരാജയം, ചെറിയ അപമാനം, നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം, പക്ഷേ അതൊക്കെ കൊണ്ട് അവർക്ക് വലിയ പ്രയാസങ്ങളുണ്ടാവും. ജേർക്കിംഗ് ആൻഡ് ട്വിച്ചിങ് ഓഫ് മസിൽസ് ഫ്രം മോർട്ടിഫിക്കേഷൻ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. ഇങ്ങനെ ചെറിയ ചമ്മലോ അപമാനമൊക്കെ ഉണ്ടാകുമ്പോഴേക്കും കോച്ച് വലിക്കൽ, ജേർക്കിങ്സ്, ട്വിച്ചിങ്സ്, ഇതൊക്കെ വരും. എക്സസീവ് സെൻസിബിലിറ്റി ഓഫ് ദ നെർവ്സ്, സോ എക്സസീവ് ദാറ്റ് ഓൺലി എ ഫ്യൂ റെമഡീസ് ഈക്വൽഡ്. അപ്പോൾ ഈ നെർവസ് എക്സൈറ്റ്മെൻറ്റ്, അതിൻ്റെ സെൻസിറ്റിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ കമോമില്ലയോട് തുലനം ചെയ്യാവുന്ന ചുരുക്കം ഔഷധങ്ങളേ ഉള്ളൂ. അത്രയ്ക്ക് പ്രൊമിനൻ്റ് ആണത്. തുലനം ചെയ്യാവുന്ന ഔഷധങ്ങൾ ഏതൊക്കെയാണ്? സച്ചാസ് കോഫിയ, നക്സോമിക്ക ആൻഡ് ഒപ്പിയം. കോഫിയ, നക്സോമിക്ക, ഒപ്പിയം. ഓഫ് കോഴ്സ്, വിത്തൗട്ട് ഹിയറിംഗ് എ ലെക്ചർ ഓൺ ഒപ്പിയം, യു വിൽ നാച്ചുറലി തിങ്ക് ഓഫ് ഒപ്പിയം ആസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് സ്റ്റുപ്പർ. ഒപ്പിയത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് ഒപ്പിയം കൊണ്ട് സ്റ്റുപ്പർ, മാന്ദ്യം, മന്ദത ഉണ്ടാക്കുമെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. Those of you who have seen the awful state of mind and distress that follow the administration of the crude opium will understand what I mean by chamomilla sensitivity. അപ്പോൾ ക്രൂഡ് ഒപ്പിയം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വല്ലാത്തൊരവസ്ഥ, ആ ഓഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഡിസ്ട്രസ്, അയാളുടെ പ്രയാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ കമോമിലുള്ള സെൻസിറ്റിവിറ്റി മനസ്സിലാകുമെന്ന് പറയുന്നത്. താരതമ്യം ചെയ്യാവുന്ന അവസ്ഥയാണെന്ന് അർത്ഥം. കൺവൾഷൻസ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുണ്ടാകുന്ന ഈ വലിച്ചു കോച്ചലുകളും മറ്റുമൊക്കെ. ഇറ്റ് ഈസ് നോട്ട് ആൻ അൺകോമൺ തിങ് ഈവൻ നവ ഡേയ്സ് ആൻഡ് എസ്പെഷ്യലി വെൻ പ്രാക്ടീസിങ് ഇൻ കൺട്രി ഫോർ ദ യങ് മദേഴ്സ് ആൻഡ് ദ നഴ്സസ് ടു ഗിവ് ദ ബേബി കമോമില ടീ ഫോർ കോളിക്. അന്നത്തെ അമേരിക്കയുടെ ഉൾപ്രദേശങ്ങളിലെ കാര്യം പറയുകയാണ്. അതൊക്കെ ഒരു പാരമ്പര്യ രീതികളാണ്. കമോമില, നമ്മളെ തുളസി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്ന പോലെ കമോമില ചെടിയുടെ അതിൻ്റെ ഇലയോ എന്താണെന്ന് വെച്ചാൽ അതിട്ട് തിളപ്പിച്ച വെള്ളം കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൻഡ് ദ ബേബി ഗോസ് ഇൻ ടു കൺവൾഷൻസ്. വേദനയ്ക്ക് ഒരു നാടൻ മരുന്ന് കൊടുത്തു,
വേദന മാറുമായിരിക്കും, പക്ഷേ ഉണ്ടാകുന്നത് വലിച്ചു കോച്ചലും മറ്റൊക്കെ. അപ്പോൾ അതതിൻ്റെ ദ്വിതീയ ലക്ഷണമാണത്. നോ വൺ അട്രിബ്യൂട്ട്സ് ഇറ്റ് ടു കമോമില ടീ, ബട്ട് ദ ഡോക്ടർ വിൽ സി അറ്റ് വൺസ് ഇഫ് ഹി നോസ് കമോമില ദാറ്റ് ദീസ് കൺവൾഷൻസ് ആർ ഡ്യൂ ടു കമോമില. അപ്പോൾ അത് കൊടുക്കുന്നവർക്കത് മനസ്സിലാവുന്നില്ല, വേദന മാറി പിന്നെ ഒരു പുതിയൊരു അവസ്ഥ വന്നു എന്നേ കരുതുള്ളൂ, പക്ഷേ അത് കമോമിലയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ്. Then you see the jerkings, the convulsions, the hot head, the great sensitivity to noise and to persons, and the great irritability between convulsions. അപ്പോൾ ഈ കൺവൾഷൻസിന് ശേഷം ജേർക്കിങ്സ്, തല ചൂടായിരിക്കുന്ന അവസ്ഥ, വല്ലാത്ത സെൻസിറ്റിവിറ്റി, ശബ്ദത്തോട്, വ്യക്തികളോട് ഒക്കെയുള്ള ആ ഒരു സംവേദനക്ഷമത, വല്ലാത്ത അസ്വസ്ഥത, ഇതെല്ലാം വരും കൺവൾഷൻസ് ഇല്ലാത്ത ഇടവേളകളിൽ. Convulsions of children, they become stiff, roll the eyes, distort the face, twitching the muscle, throw the limbs about, clench the thumbs, bend the body backwards. കുട്ടികളുണ്ടാവുന്ന കൺവൾഷൻസിൻ്റെ ആ കമോമില കൺവൾഷൻസിൻ്റെ ഒരു നേച്ചർ ഇവിടെ ചുരുക്കി പറയുകയാണ്. വല്ലാതെ ശരീരം വല്ലാതെ ഉറച്ച പോലെയാകുന്നു, സ്റ്റിഫാവുന്നു, കണ്ണുകളിങ്ങനെ മറന്നു പോകുന്നു, മുഖം വല്ലാത്തൊരു ഇങ്ങനെ വക്രീകരിച്ച മുഖം, കോടിപ്പോവുക എന്ന് പറയില്ലേ, കോടിപ്പോയ മുഖം, പേശികളിങ്ങനെ വലിച്ചു കോച്ചും, ട്വിച്ചിങ്സ്, കൈകാലുകളിങ്ങനെ വലിച്ചടിക്കും, ക്ലിഞ്ച് ദ തംസ്, ബെൻഡ് ദ ബോഡി ബാക്ക്വേഡ്സ്, ശരീരം വില്ല് പോലെ വളയുക, അങ്ങനെയുള്ള നമ്മൾ നാടൻ ഭാഷയിൽ കോപ്രായങ്ങൾ കാണിക്കുക എന്ന് പറയുന്നുണ്ട് കുട്ടികളിലും മറ്റുമൊക്കെ. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകും. സച്ച് ഈസ് ദ നാച്ചുറൽ അപ്പിയറൻസ് ഓഫ് ദ കമോമില കോൺവൾഷൻസ്. Those convulsions that come on in oversensitive children when they have suffered a good deal of pain from teething. അപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം ഈ പല്ല് മുളക്കുന്ന പ്രായത്തിലുണ്ടാകുന്ന വേദന, ഇതിനൊക്കെ ഈ പാശ്ചാത്യ നാടുകളിലും യൂറോപ്യൻ നാടുകളിലും അമേരിക്കയിലും മറ്റുമൊക്കെ ആ വേദനയ്ക്ക് കമോമില കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ്. അത് സെൻസിറ്റീവായിട്ടുള്ള കുട്ടികളിൽ ടീത്തിങ് ought to be a perfectly healthy process, but it is really looked upon as a disease, and many doctors carry medicines for teething children. അത് പണ്ട് കാലത്തുള്ളൊരു പ്രശ്നമാണ് പറയുന്നത്. ടീത്തിങ് ചിൽഡ്രൻ, പല്ല് വരുന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ സ്വാഭാവിക പ്രക്രിയയാണ്, പക്ഷെ അതിനെ പ്രശ്നമായി കണ്ട് ഇപ്പോഴും ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നുണ്ട്. പല്ല് മുളക്കുന്ന സമയത്ത് വയറിളക്കം വരിക, ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരിക, അത് പല്ല് മോണ കീറുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് അഡ്മിനിസ്റ്റർ ദം ഫസ്റ്റ് വൺ ആൻഡ് ദെൻ അനദർ. കമോമില ഹാസ് ഫാളൻ ഇൻ ടു ദാറ്റ് ബാഡ് യൂസ് ഓഫ് ബീയിങ് ഗിവൺ ഫോർ ടീത്തിങ്. അപ്പോൾ ഈ പല്ല് മുളക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, ആ വേദനക്കൊക്കെ കമോമില കൊടുക്കുന്ന തെറ്റായൊരു രീതി അന്നത്തെ അവിടുത്തെ പാരമ്പര്യ ചികിത്സാ രീതികളിൽ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ട്രൂ ദാറ്റ് മെനി ചിൽഡ്രൻ സഫർ ഫ്രം ഇറിറ്റബിലിറ്റി ഓഫ് ദ ബ്രെയിൻ, convulsions, stomach disorders, and vomiting about the time of dentition. But I say dentition should not be a disease stage. It should be normal. ഈ പല്ല് മുളക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും തലച്ചോറിൻ്റെ ഇറിറ്റബിലിറ്റി, കൺവൾഷൻസ്, വലിച്ചുകോച്ചലുകൾ, വയറിൻ്റെ പ്രശ്നങ്ങൾ, ഛർദി ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ പല്ല് മുളക്കുക എന്ന് പറയുന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിനെ ചികിത്സിക്കേണ്ടതാണ്. ഇഫ് ദേ വർ ഇൻ ഹെൽത്ത് ദേ വുഡ് കട്ട് ടീത്ത് വിത്തൗട്ട് സഫറിങ്. അവർ ആരോഗ്യമുള്ള കുട്ടിയാണെങ്കിൽ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ തന്നെ പല്ല് മുളച്ചു വരും. ബട്ട് സ്ലോ ടീത്തിങ് വി ഹാവ് ടു കണ്ടന്റ് വിത്ത്, ആൻഡ് ദാറ്റ് ഇറിറ്റബിൾ സ്റ്റേറ്റ്, ദാറ്റ് ഓവർ സെൻസിറ്റീവ്നെസ്, സോ ദാറ്റ് ദ ചൈൽഡ് ഡസ് നോട്ട് സ്ലീപ്പ്. അപ്പോൾ പല്ല് വരാൻ വൈകുന്ന അവസ്ഥ, പല്ല് വരുന്ന സമയത്ത് ഇത്തരം കുട്ടികളുണ്ടാകുന്ന വല്ലാത്ത പ്രയാസങ്ങൾ, ടീത്തിങ് ട്രബിൾസ്, ഇതൊരു ചൊല്ല് തന്നെ, ടീത്തിങ് ട്രബിൾസ് എന്ന് പറഞ്ഞ ചൊല്ല് തന്നെ ഭാഷയിൽ വന്ന് അങ്ങനെയാണ് സാധാരണ വരുന്നത്. അപ്പോൾ സഹനങ്ങളൊന്നും ഇല്ലാതെ അവർക്കത് വരണം, കുട്ടി ഉറങ്ങാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ വേണ്ടി വരും. വേക്സപ്പ് ആസ് ഇറ്റ് ഹാഡ് ഓഫുൾ ഡ്രീംസ്. വല്ലാതെ പ്രയാസപ്പെടുന്ന സ്വപ്നങ്ങൾ കണ്ടെന്നാലെന്നവണ്ണം കുട്ടികൾ ഉറക്കത്തിൽ നിന്ന് ഉണരും ഈ സമയത്ത്. വേക്സപ്പ് ഇൻ എക്സൈറ്റ്മെൻറ്റ്, വോമിറ്റ്സ്, ഹാസ് ഡയറിയ. ഈ ഒരു വല്ലാതെ ഉത്തേജിതാവസ്ഥയിൽ ഉണർന്നിട്ട് ഛർദ്ദിക്കുന്നു, വയറിളകുന്നു. ഈ വയറിളക്കം എങ്ങനെയാണ്?
പച്ച നിറത്തിലുള്ള ഗ്രീൻ സ്ലിമ്മി ഡയറിയ, ലൈക്ക് ചോപ്ഡ് ഗ്രാസ്, പുല്ല് അരിഞ്ഞ പോലുള്ള ചെറിയ ശകലങ്ങൾ കാണും. ഒഫൻസീവ് ഡയറിയ വിത്ത് ടീത്തിങ്, ഈ പല്ലുമുളക്കുന്ന പ്രായത്തിലുണ്ടാകുന്ന വല്ലാത്ത ദുർഗന്ധത്തിനുള്ള മണത്തോടുകൂടിയ വയറിളക്കം. ടെറ്റാനിക് കൺവൾഷൻസ്, ടെറ്റനസിൽ വരുന്ന പോലുള്ള കൺവൾഷൻസ്. ട്വിച്ചിങ് ഇൻ ദ ഐലിഡ്സ്, കൺപോളകളുടെ ഈ പെട്ടെന്നുള്ള ചിമ്മലുകൾ, അനിയന്ത്രിതമായിട്ട് കണ്ണ് ചിമ്മുന്നൊരവസ്ഥ. പെയിൻ ഇൻ ദ ലിംസ്, കൈകാലുകളിലെ വേദന. ജനറൽ പ്രൊസ്ട്രേഷൻ, ഫെയിൻനെസ്, വല്ലാത്ത ക്ഷീണവും മന്ദിച്ച് ബോധം മങ്ങിപ്പോകുന്ന പോലുള്ള അവസ്ഥയും. ഇത് റെക്കോർഡിയിരിക്കുക. ന്യൂറോളജിക് പെയിൻസ് ഓൾ ഓവർ ദ ബോഡി വിത്ത് നംബ്നെസ്, ശരീരം മുഴുവൻ നാഡീസംബന്ധമായ വേദന, ഒരു നംബ്നെസ്, മരവിച്ച പോലുള്ളൊരവസ്ഥ. ട്വിച്ചിങ്, ഡാർട്ടിങ്, ടിംഗ്ലിങ് പെയിൻസ്, എല്ലാത്തരം വേദനകളുണ്ട്. ട്വിച്ചിങ് ഇങ്ങനെ വളച്ച് പിരിക്കുന്ന പോലുള്ള, ഡാർട്ടിങ് ഇങ്ങനെ കുത്തുന്ന പോലുള്ളത്, ടിംഗ്ലിങ് ഇക്ലിയാക്കുന്ന പോലുള്ള, അങ്ങനെ എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട്. ദ പെയിൻസ് ആർ മോസ്റ്റ്ലി അമീൽറേറ്റ് ബൈ ഹീറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു മൊഡാലിറ്റിയാണ്. പൊതുവെ ചൂടുകൊണ്ട് വേദന കുറയും. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ദ ടീത്ത് ആൻഡ് ജോസ്. പക്ഷെ പല്ലിൻ്റെയും താടിയലിൻ്റെയും കാര്യത്തിൽ എക്സെപ്ഷൻ ഉണ്ട്. അവിടെ എന്താണ്? ടൂത്ത് ഏക്ക്, പെയിൻ ഇൻ ടീത്ത്, അമീൽറേറ്റ് ബൈ കോൾഡ്. പൊതുവെ വേദനകൾ ചൂടുകൊണ്ട് ശമിക്കുമ്പോൾ പല്ലിലെയും മോണയിലെയും വേദനകൾ, താടിയിലെ വേദനകൾ തണുപ്പ് കൊണ്ട് ശമിക്കും. ആൻഡ് മെയ്ഡ് വേഴ്സ് ബൈ ഹീറ്റ്. ആ വേദനകൾ ചൂടുകൊണ്ട് വർദ്ധിക്കുകയത്. പല്ലുവേദനയൊക്കെ വരുമ്പോൾ ചൂടോ തണുപ്പോ ഒക്കെ വെച്ച് ആ മൊഡാലിറ്റിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഔഷധം കൊടുക്കാൻ. ബട്ട് ദ ഇയറേക്സ് ആൻഡ് പെയിൻസ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ് ആർ മെയ്ഡ് ബെറ്റർ ബൈ ഹീറ്റ്. പക്ഷേ ചെവി വേദനയോ കൈകാലിലെ വേദനയൊക്കെ ആണെങ്കിൽ ചൂട് കൊടുക്കുമ്പോഴായിരിക്കും ശമിക്കുന്നത്. അപ്പോൾ ഇത്തരം മൊഡാലിറ്റീസ് രോഗി ചിലപ്പോൾ പൊതുവെ രോഗിയോ നിരീക്ഷിക്കുന്നവരോ പൊതുവെ ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു രീതിയുണ്ട്. രോഗിയുടെ പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്ത് കളയും. ഈ ജനറലൈസേഷൻ ഡോക്ടറെ വഴിതെറ്റിക്കാനും സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ലക്ഷണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മൊഡാലിറ്റീസിൽ വരുന്ന ഇത്തരം എക്സെപ്ഷൻസ്, വൈരുദ്ധ്യങ്ങൾ ഒക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ഔഷധം നിർണ്ണയിക്കാൻ സാധിക്കണം. അപ്പം അങ്ങനെ വളരെ ഭംഗിയായിട്ട് പ്രയോഗിച്ച് ഒത്തിരി കുട്ടികളെ, വിശേഷിച്ചും കുട്ടികളെ, സ്ത്രീകളെയൊക്കെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് കമോമില്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.